ഹായ് ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ എഡ്യൂക്കേഷൻ ആൻഡ് റിവ്യൂൽ പർപ്പസ് ഉള്ളിയാണ്. ഈ വീഡിയോ സ്പോൺസർ അല്ല. ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ്. ഏണിംഗ് ജനറേറ്റിംഗ് അല്ല. സോ ട്രൈ ചെയ്തതിന് മുമ്പ് ഓൺ റിസർച്ച് ചെയ്യുക, ഫുൾ വീഡിയോ കാണുക. ഹേ ഗൈസ്, നിങ്ങൾ ജസ്റ്റ് റിവ്യൂ പോസ്റ്റ് ആയി കഴിഞ്ഞാൽ ക്യാഷ് ബാക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാലോ. അത് മാത്രമല്ല, ഈ ആപ്ലിക്കേഷനകത്തോട്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് UP-ലോട്ടും Paytm, GPay എല്ലാത്തിലോട്ടും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ജസ്റ്റ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് റിവ്യൂ മാത്രം പോസ്റ്റ് ചെയ്താൽ മതി. ഫുൾ ഡീറ്റെയിലും കാണിക്കുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കാണിക്കാൻ വന്നത് ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കുറേ നാളായി. എല്ലാ വീഡിയോയും കാണിക്കുന്നുണ്ട്, എല്ലാ സ്റ്റെപ്പും കാണിക്കുന്നുണ്ട്. നേരെ കേട്ട് പോകാം. ആപ്ലിക്കേഷൻ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. രജിസ്റ്റർ ആകാൻ സിമ്പിൾ ആണ്. മൊബൈൽ നമ്പർ OTP മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ അത് അത്ര നിങ്ങൾ എൻ്റർ ആയി കഴിഞ്ഞാൽ രജിസ്റ്റർ ആയി കയറുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇവിടെ താഴെ നോട്ടിഫിക്കേഷൻ അനേബിൾ ചെയ്തിടണം. ഇത് അനേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ട്. നിങ്ങൾ യൂസ്ഫുൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓരോ കംപ്ലീറ്റ് ആക്കുന്നതിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഫസ്റ്റ് തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കി. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക. അത് മസ്റ്റ് ആണ്. ഈ പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രൊഫൈലിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് പ്രൊഫൈലിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് പ്രൊഫൈലിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ഡീറ്റെയിൽസ് കുറച്ച് ചോദിക്കുന്നതായിരിക്കും. ഇതെല്ലാം ഫില്ല് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. നിങ്ങളുടെ നെയിം ചോദിക്കുന്നതായിരിക്കും, ഇമെയിൽ ID ചോദിക്കുന്നതായിരിക്കും. പിന്നെ UPI നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ കറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരു എൻ്റർ ചെയ്യുന്ന ആ ഡീറ്റെയിൽസ് വെച്ചായിരിക്കും ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു പോവുക, കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. അപ്പം നിങ്ങളിവിടെ ഫില്ല് ചെയ്ത് എഡിറ്റ് പ്രൊഫൈലിന് അവിടെ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുക. അപ്പോൾ അതെല്ലാം കറക്റ്റ് ആണോ നോക്കിയിട്ട് മാത്രം പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹോം പേജ് വരിക. ഇവിടാണ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കേണ്ട റിവ്യൂ ഓഫർ. ഇവിടെ കുറേ റിവ്യൂ ഓഫറും കൊടുത്തിട്ടുണ്ട്. അതിന് എത്ര എമൗണ്ട് കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ യൂസ്ഫുൾ ആണ്. കാരണം നിങ്ങൾ ഓരോ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ഞാൻ ഒരു ഓഫർ എടുത്തു. ഓക്കെ, ഈ ഓഫർ എടുക്കുവാണെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് ടാസ്കും പറഞ്ഞു തന്നിട്ടുണ്ട്, സ്റ്റെപ്പ് ഫുള്ളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ആക്കിയിട്ട് ഓപ്പൺ ചെയ്യുക. ബാക്ക് വന്നിട്ട് ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത് റിവ്യൂ പോസ്റ്റ് ചെയ്യുക. ഇതിനകത്ത് റിവ്യൂ നമുക്ക് തന്നെ തന്നിട്ടുണ്ട്. ചില ടാസ്കിനകത്താണെങ്കിൽ റിവ്യൂ നമ്മളെ ഓൺ വേർഡ്സ് നിങ്ങൾ പോസ്റ്റ് ചെയ്യണം, എന്നാലേ വരത്തുള്ളൂ. അപ്പൊ ഇതിൽ നമുക്കാണെങ്കിൽ റിവ്യൂ ആദ്യം തന്നെ തന്നിട്ടുണ്ട്. ഇത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ആ ടാസ്കിലെ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇൻസ്ട്രക്ഷൻ അതിന്റെ വായിച്ച് നോക്കിയിട്ട് മാത്രം കംപ്ലീറ്റ് ആക്കുക. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലോട്ട് പോകുന്നതായിരിക്കും. അവർ പറയുന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആക്കിയിട്ട് താഴെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ബാക്ക് വന്നിട്ട് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക വരും. ആ 5 സ്റ്റാറിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. 5 സ്റ്റാറിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോപ്പി ചെയ്ത ആ ഏതാണ് കമന്റ് അത് ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് കമന്റ് തരത്തിലായിരിക്കും. ഓൺ വേർഡ്സ് നിങ്ങളൊരു പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങളത് ഗുഡോ എന്തെങ്കിലും ഇട്ടാൽ എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അപ്ലോഡ് ആക്കിയാൽ മതി. അവർ തന്നെ തരുന്ന ആ പോസ്റ്റ് എടുത്ത് അപ്ലോഡ് ആക്കുക, 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക, കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് ഇവിടെ വെച്ചൊരു സ്ക്രീൻഷോട്ട് എടുക്കണം. ഈ സ്ക്രീൻഷോട്ട് മസ്റ്റ് ആണ്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കാണണം, അല്ലെങ്കിൽ സ്റ്റാർ റിവ്യൂ മാത്രം കണ്ടാലും മതി. അപ്പോൾ ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തിട്ട് എന്താ വേണമെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ആ റിവ്യൂ മൊത്തം കാണണം കേട്ടോ. എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ അപ്ലോഡ് സെക്ഷൻ ഉണ്ട്, ഫയൽ അപ്ലോഡ് ആക്കാൻ. അപ്പോൾ ആ ഫയൽ അപ്ലോഡിന് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ആയി കഴിഞ്ഞാൽ അത്രയും ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ പറയുന്ന ക്യാഷ് ബാക്ക് ആയിട്ട്. അപ്പോൾ ജസ്റ്റ് അത് അത്രയും കൊടുത്തിട്ട് ജസ്റ്റ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. താങ്ക് യു ഫോർ കംപ്ലീറ്റ് യുവർ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് താഴെ പെയ്ഡ് ഫോർ 24 hours എന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ 24 hours എന്ന് പറയുക 24 to 48 hours നിങ്ങൾക്ക് എത്രയാണോ പറഞ്ഞിരുന്ന ആ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ആവത്തുള്ളൂ. അപ്പോൾ പലർക്കും പല യൂസേഴ്സിനും വേരി ചെയ്യുന്നതായിരിക്കും ക്യാഷ് ബാക്ക്. ഇപ്പം പലർക്ക് റാൻഡം ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ക്യാഷ് ബാക്ക് അതിനകത്ത് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഹിസ്റ്ററിയുടെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഓഫർ കംപ്ലീറ്റ് ആയെന്ന്, എങ്ങനെ കംപ്ലീറ്റ് ആയി, എന്ന് കംപ്ലീറ്റ് ആയി, എല്ലാ ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കുറേ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ഓഫേഴ്സ് മീൻസ് ഇതിനകത്ത് പറഞ്ഞ ടാസ്ക്, ഈ റിവ്യൂ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയാൽ മതി. കുറേ ടാസ്കിനകത്ത് ഇപ്പോൾ ഈ ഓഫർ എടുക്കുവാണെങ്കിൽ ചിലതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കമന്റ് തരുന്നതായിരിക്കും, റിവ്യൂ ഇടാൻ വേണ്ടിയുള്ള കമന്റ് തരുന്നതായിരിക്കും. പക്ഷെ ഇതിനകത്ത് തന്നിട്ടില്ല. സ്റ്റെപ്പ് പറഞ്ഞേക്കുന്നത് ഇൻസ്റ്റാൾ ആക്കിയിട്ട് നിങ്ങളൊരു റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അപ്ലോഡ് ആക്കാനാണ് ഓൺ വേർഡ്സിൽ. അപ്പോൾ നിങ്ങൾ അവിടെ ഇൻസ്റ്റാളിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന ആപ്പ് ഫുള്ളി ലൈക്സ് ഐ ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞൊരു സ്ക്രീൻഷോട്ട് എടുത്തു, പോസ്റ്റ് ചെയ്തു. ഓക്കെ, റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അപ്ലോഡ് ആക്കി. ഇവിടെ വന്ന് അപ്ലോഡ് ആക്കിയാൽ മാത്രം മതി. ഇത്രയും ചെയ്താൽ മതി. നിങ്ങളുടെ ഇങ്ങനെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് തന്നെ നോർമലായിട്ട് ചെയ്യുന്നതിന് വിട്ട് പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ കുറേ ഓഫീസ് കംപ്ലീറ്റ് ആക്കാം. ഞാൻ ഇപ്പോൾ കുറേ ടാസ്ക് കംപ്ലീറ്റ് ആക്കി. താഴെ ഹിസ്റ്ററിയുടെ അവിടെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഓഫീസ് എത്ര കംപ്ലീറ്റ് ആയെന്നെല്ലാം കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ ടോട്ടൽ 4 ടാസ്ക് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് വരുന്നത് 24 to 48 hours ക്രെഡിറ്റ് ആവുന്നതാണ് ഇന്നത് പറയുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ തന്നെ പറയുന്നതാണ് 24 hours 48 hours എന്നൊക്കെ. നമുക്ക് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ പറയാൻ പറ്റത്തില്ല. പലർക്കും പല സമയത്തായിരിക്കും പല എമൗണ്ട് ആയിരിക്കും ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇത്രയും ചെയ്താൽ മതി. ഓരോ റിവ്യൂ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ
ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കുന്നവർ ശ്രദ്ധിച്ചു കംപ്ലീറ്റ് ആക്കുക. അത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി നമ്മൾ ടെലഗ്രാം ജോയിൻ ചെയ്യുക. വീഡിയോ വൈൻഡപ്പിയാണ്. പിന്നെ വീഡിയോ എഡ്യൂക്കേഷൻ റിവ്യൂ പർപ്പസ് ഉള്ളിയാണ്. എങ്ങനെയാണ് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ആവുന്നത് മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ ബൈ.